ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സിമ്പിൾ ഫൗണ്ടൻ കേക്ക് ഡിസൈനാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്നുള്ള കേക്ക് ഡിസൈൻ വന്നിട്ടുണ്ടെങ്കിൽ, ഫൗണ്ടനിൻ്റെ ഡിസൈനാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാണ്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് കസ്റ്റമർ ഡീലായിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ഡിസൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറച്ച് സ്റ്റാറോ ലവ് ഷേപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ ആവണ്ട. അതുപോലെ ഏത് ഡിസൈനും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ഉണ്ട്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അതൊന്നും നമ്മൾ ടെൻഷനായിട്ട് ചെയ്ത് കൊടുക്കില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ സ്റ്റാറും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്ത്, നമ്മൾ ഭയങ്കരമായിട്ട് കട്ടിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ഇതിൽ നിൽക്കാൻ അതിൻ്റെ വെയിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റിങ്ങിൻ്റെ പ്രശ്നം വരുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വെയിറ്റ് കൂടുതലാകുമ്പോൾ സൈഡിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നൈസായിട്ടാണ് ഈ ഒരു സ്റ്റാർ ഒക്കെ ഇങ്ങനത്തെ കട്ടിങ്ങൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അതിൽ സ്റ്റിക്കായി നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ മതി നമ്മളിങ്ങനത്തെ വർക്കൊക്കെ അതിലെടുത്ത് വെക്കാൻ. നമ്മൾ ഇപ്പം രാവിലെ കൊടുക്കേണ്ട സാധനമാണ് നമ്മൾ രാത്രി തന്നെ അതിൽ ഈ ഫൗണ്ടൻ വർക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മെൽറ്റായി പോണ ചാൻസ് കൂടുതലാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫൗണ്ടൻറ്റിൻ്റെ ഓർഡർ വന്നാൽ നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറയരുത്. അങ്ങനെ നമുക്ക് കസ്റ്റമർ ഓർഡർ മിസ്സാവുകയാണ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് ഒരു ഉപകാരമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് കണ്ടിട്ട് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയ വീഡിയോസായിട്ടൊക്കെ ഞാൻ കൂടുതൽ ഇനി ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടിലാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നമ്മൾ കുറേ ആയിട്ട് വീഡിയോസൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പം വീണ്ടും ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. കൂടുതലായിട്ട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടൻ വർക്കാണെന്ന് കരുതി നമ്മൾ ഒരിക്കലും ഓർഡർ മിസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാനുള്ളതാണ്, എളുപ്പമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കൂടുതലായിട്ടും ബേക്കിംഗ് ഫീൽഡിൽ വരുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിലും കൂടി ബേക്കിംഗ് ഫീൽഡിൽ കൂടുതലായിട്ട് വരുന്ന ആളുകളാണ്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് വേണ്ട ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഡിസൈനിലൊക്കെ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഫൗണ്ടൻ വർക്ക് എന്ന് കേൾക്കുമ്പം ഞെട്ടി ബാക്കോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്കത് നമ്മൾ ശ്രമിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗണ്ടൻറ്റ് നമുക്കത് കുറച്ച് സ്റ്റിക്കായിട്ട് വേണമെങ്കിൽ നമുക്കത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കും അല്ലെങ്കിൽ മെൽറ്റായിട്ട് പോകും. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കറൊക്കെ വെച്ച് ഇതുപോലെ നമുക്ക് ഏത് സ്റ്റിക്കർ വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.